എയാലിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. വീട് കുത്തിത്തുറന്ന് 35 പവൻ സ്വർണം കവർന്നു. എയാൽ ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒറുവിൽ അംജിത്തിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പാലക്കാട് കഞ്ചിക്കോടുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായ അംജിത്ത് ജോലി സ്ഥലത്താണ് താമസിക്കുന്നത്. വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഫാദിയ, മാതാവ് നഫീസ എന്നിവർ കഴിഞ്ഞ തിങ്കളാഴ്ച ബന്ധുവീടുകളിലേക്ക് പോയിരുന്നു. വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്ന് കിടപ്പുമുറിയുടെ ലോക്ക് കുത്തിത്തുറന്ന് അകത്ത് പ്രവേശിച്ച് അലമാര കുത്തിത്തുറന്നാണ് അകത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. റഷീദ് എരുമപ്പെട്ടി വിവരങ്ങളുമായി ചേരുന്നു. റഷീദ്, 35 പവൻ സ്വർണമാണ് വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്ത് കവർന്നത്. എപ്പോഴാണ് വീട്ടുകാർ എത്തിയപ്പോഴാണ് വിവരം അറിഞ്ഞത്? എങ്ങനെയായിരുന്നു മോഷണ വിവരം അറിഞ്ഞത്? പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ടോ? അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? അലിറ്റി 35 പവനല്ല 32 പവൻ സ്വർണ്ണാഭരണമാണെന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കുന്നംകുളം ACPയുടെ നേതൃത്വത്തിൽ CR സന്തോഷിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി C അശ്വിനിയുടെയും നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഇന്നലെ രാത്രിയിലാണ് ഈ മോഷണ വിവരം അറിഞ്ഞത്. ഈ അംജദ്, വീടിന്റെ ഉടമസ്ഥൻ അംജദ് പാലക്കാടുള്ള സ്വകാര്യ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ജോലി സ്ഥലത്ത് നിന്ന് ഇന്നലെ എത്തിയതായിരുന്നു. അതേസമയം വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ഈ അംജദിന്റെ ഭാര്യ സാദിയ, അതുപോലെ തന്നെ ഉമ്മ നബീസ എന്നിവർ ബന്ധു വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇവർ ബന്ധു വീട്ടിലേക്ക് പോയത്. അതായത് ഒരാഴ്ചക്കുള്ളിലാണ് മോഷണം നടന്നത്. ഈ ഒരാഴ്ചക്കുള്ളിൽ എന്നാണ് മോഷണം നടന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തലാണ് പോലീസിന്റെ ആദ്യത്തെ പരിശ്രമം. പോലീസിന്റെ നിഗമനത്തിൽ ഏകദേശം 48 മണിക്കൂറിനുള്ളിലാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് എന്നാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഡോഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി മണം പിടിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഡോഗ് സ്ക്വാഡിന് മണം പിടിക്കണമെങ്കിൽ ഈ 48 മണിക്കൂറിനുള്ളിലാണ് കൃത്യമായി മണം ലഭിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 48 മണിക്കൂറിനുള്ളിലാണ് മോഷണം നടന്നിട്ടുള്ളതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതുപോലെ തന്നെ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഊർജിതമാക്കിയിരിക്കുകയാണ്. കുന്നംകുളം തൃശൂർ SP-യുടെ സ്പെഷ്യൽ സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ രാത്രിയിലായിരിക്കാം മോഷണം നടന്നതെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത്, അതുപോലെ തന്നെ കിടപ്പുമുറിയുടെ വാതിലിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറി അലമാരയുടെ പൂട്ട് തകർത്താണ് മോഷണം നടത്തിയിട്ടുള്ളത്. ഈ അലമാരയ്ക്കുള്ളിലായിരുന്നു ഈ 32 പവന്റെ സ്വർണ്ണാഭരണം സാദികയെ സൂക്ഷിച്ചിരുന്നത്. ഈ സ്വർണ്ണാഭരണമാണ് കവർന്നിട്ടുള്ളത്. ഏകദേശം 3000 രൂപയും നഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട് മനസ്സിലാക്കുന്നു. വീടിനുള്ളിലെ സാധന സാമഗ്രികളെല്ലാം വലിച്ചിട്ടുള്ള നിലയിലാണ്. പോലീസ് അന്വേഷണം ഈ സ്ഥിരം കുറ്റവാളികളെ കുറിച്ചും മോഷ്ടാക്കളെ കുറിച്ചുള്ള തലത്തിലാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പരിസരത്തുള്ള ആളുകളെയും അടുത്ത ബന്ധുക്കളെയും കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 32 പവന്റെ സ്വർണ്ണാഭരണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, വലിയൊരു സംഖ്യയാണ്. ഏകദേശം 20 ലക്ഷത്തിന് മുകളിൽ വില ഈ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ഒരു കവർച്ച തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരെല്ലാം പരിഭ്രാന്തിയിലാണ്. വിവരം അറിയുന്ന നാട്ടുകാർ ബന്ധുക്കളെല്ലാം വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെ അന്വേഷണം ഇപ്പോഴും ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്നു. പോലീസ് വീടിനും പരിസര പ്രദേശങ്ങളിലുമെല്ലാം അന്വേഷണം തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലിറ്റി, റഷീദ്, ഈ മോഷണത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് പ്രൊഫഷണൽ മോഷണ സംഘങ്ങളാണോ അല്ലെങ്കിൽ മോഷ്ടാക്കളായിരിക്കുമോ ഇത്തരത്തിലൊരു കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് പറയുന്നുണ്ടോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? തീർച്ചയായും ലിറ്റി, പ്രൊഫഷണൽ സംഘങ്ങളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ ആദ്യത്തെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിരലടയാളങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് വീടിനകത്തു നിന്നും. ഈ വിരലടയാളങ്ങൾ ഏതെങ്കിലും പ്രൊഫഷണൽ സംഘത്തിൽപ്പെട്ട മോഷ്ടാക്കളെ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് പോലീസ് ആദ്യം പരിശോധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ബന്ധുക്കളിലേക്കും അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളിലേക്കും പരിസരവാസികളിലേക്കും അന്വേഷണം കടക്കുക. ഇപ്പോൾ നിലവിൽ ഈ സ്ഥിരം കുറ്റവാളികളെ, ഈ പ്രൊഫഷണൽ മോഷ്ടാക്കളെ കുറിച്ച് കേന്ദ്രീകരിച്ചിട്ടാണ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി റഷീദ്, വിവരങ്ങൾ നൽകിയതിന്. ഇയാളിൽ ആളില്ലാത്ത വീട്ടിൽ നിന്ന് 32 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. എയാൽ ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒറുവിൽ അംജിത്തിന്റെ വീട്ടിൽ നിന്നാണ് 32 പവൻ സ്വർണം കവർന്നത്. പോലീസ് എത്തി. വിരലടയാള വിദഗ്ധരടക്കം ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പരിശോധന പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ പോലീസിന്റെ അന്വേഷണവും പ്രൊഫഷണൽ മോഷ്ടാക്കളെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. റഷീദാണ് വിവരങ്ങൾ നൽകിയത്.